ദൈവസ്നേഹത്തിൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നാം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് കണ്ണുനീരോടെ നമ്മുടെ ആവശ്യങ്ങൾക്കായി നമുക്ക് കർത്താവിനോട് യാചിച്ച് പ്രാർത്ഥിക്കാം. കൊളോസ്യർ 3-ാം അധ്യായം 23-24 അധ്യായം. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊളോസോസിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനത്തിലെ ഈ വിശുദ്ധ വചനം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവിക കാഴ്ചപ്പാടോടെ അധ്വാനിക്കുന്നതിൻ്റെ യഥാർത്ഥ മഹാത്മ്യവും രഹസ്യവും വെളിപ്പെടുത്തുന്നു. നമ്മുടെ മക്കളുടെ പഠനവും വീട്ടു ചുമതലകളും ജീവിതാഭിലാഷങ്ങളും ദൈനംദിന ഉത്തരവാദിത്തങ്ങളും കേവലം ഒരു ലൗകിക പ്രവൃത്തിയല്ല, മറിച്ച് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന വിശുദ്ധമായ ആരാധനയും ആത്മീയ ശുശ്രൂഷയുമാണ്. മനുഷ്യരെ പ്രീതിപ്പെടുത്താനോ മറ്റുള്ളവരുടെ മുൻപിൽ അഹംഭാവത്തോടെ പ്രശംസ പിടിച്ചുപറ്റാനോ ഉള്ളതല്ല ക്രിസ്തീയ അധ്വാനം. മക്കളുടെ പഠനവും അവരുടെ കഴിവുകളും താലന്തുകളും സ്വഭാവ ഗുണങ്ങളും ലോകത്തിൻ്റെ പ്രശംസ പിടിച്ചുപറ്റാനുള്ള മാർഗമാകാതെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായിരിക്കണം. കാപട്യമില്ലാത്ത മനസാക്ഷിയോടെ ആരും കാണാത്ത നിമിഷങ്ങളിൽ പോലും വിശ്വസ്തയോടെ പ്രവർത്തിക്കാൻ ഇത് അവരെ പ്രാപ്തരാക്കുന്നു. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മുൻപിൽ മിടുക്കരായി കാണപ്പെടാൻ ശ്രമിക്കുന്നതിനേക്കാൾ സകലവും കാണുന്ന സർവ്വവ്യാപിയായ ദൈവത്തിന് തിരുമുമ്പിലാണ് തങ്ങൾ ജീവിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെ മക്കളിൽ നമ്മൾ വളർത്തണം. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകൻ രാജകൊട്ടാരത്തിൽ വെച്ച് ബാബിലോണിയൻ രാജാവിനെയല്ല സ്വർഗത്തിലെ ദൈവത്തെ ഭയന്ന് ജീവിച്ചതുപോലെ ലൗകിക സമ്പ്രദങ്ങളിലും തെറ്റായ ആധുനിക സ്വാധീനങ്ങളിലും വീഴാതെ ദൈവഹിതം മാത്രം നിറവേറ്റാൻ ഈ ചിന്ത മക്കൾക്ക് ആത്മീയ ശക്തി നൽകും. ലോകം നൽകുന്ന താൽക്കാലിക അംഗീകാരങ്ങൾക്കും മാപ്പുകൾക്കും പദവികൾക്കും അപ്പുറമായി കർത്താവ് നൽകുന്ന നിത്യമായ അവകാശമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പഠനത്തിലെ തിരിച്ചടികളിലും പരാജയങ്ങളിലും ജീവിതത്തിലെ നിരാശകളിലും തകർന്നു പോകാതെ സ്വർഗീയ പ്രതിഫലത്തിൽ അചഞ്ചലമായ പ്രത്യാശ വെച്ച് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറാൻ ഈ തിരുവചനം മക്കളെ ഉജ്ജ്വലിപ്പിക്കുന്നു. ലോകം നൽകുന്ന താൽക്കാലിക അംഗീകാരങ്ങൾക്കും മാർക്കുകൾക്കും പദവികൾക്കും അപ്പുറമായി കർത്താവ് നൽകുന്ന നിത്യമായ അവകാശമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പഠനത്തിലെ തിരിച്ചടികളും പരാജയങ്ങളിലും ജീവിതത്തിലെ നിരാശകളിലും തകർന്നു പോകാതെ സ്വർഗീയ പ്രതിഫലത്തിൽ അചഞ്ചലമായ പ്രത്യാശ വെച്ച് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറാൻ ഈ തിരുവചനം നമ്മളെ എല്ലാവരെയും ഉജ്ജ്വലിപ്പിക്കുന്നു. ഓരോ പാഠഭാഗവും ഗ്രഹിക്കുന്നതും ആത്മാർത്ഥമായി അധ്വാനിക്കുന്നതും ഏൽപ്പിച്ച കടമകൾ നിർവഹിക്കുന്നതും കർത്താവിനുള്ള ദിവ്യ കാഴ്ചയാണ്. മടിയും അലസതയും ഒഴിവാക്കി തങ്ങൾക്ക് ലഭിച്ച ബുദ്ധിയും ആരോഗ്യവും ദൈവനാമ മഹത്വത്തിനായി മാത്രം ഉപയോഗിക്കുമ്പോൾ അവരുടെ പഠനം ഒരു പ്രാർത്ഥനയായി മാറുന്നു. എഫേസോസുകാർ 6:7 പ്രതീക്ഷയോടെ മനുഷ്യർക്കെന്ന പോലെ അല്ല, കർത്താവിനായി സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവിൻ. കൊറിന്ത്യർ 10:31 നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ സകലതും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. കൊളോസ്യർ 3:17 വാക്കിലോ പ്രവൃത്തിയിലോ നിങ്ങൾ എന്തു ചെയ്താലും അത് കർത്താവായ ഈശോ വഴി പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാമത്തിൽ ചെയ്യുവിൻ. സഭാപ്രസംഗി 9:10 നിന്റെ കൈകൾക്ക് ചെയ്യുവാൻ തികയുന്നതെല്ലാം സർവശക്തിയോടെയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കഴിവുമില്ലാത്തവരാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ നിരന്തരമായ പ്രാർത്ഥന യേശു ആവശ്യപ്പെടുന്നുണ്ട് നമ്മോട്. നാം ഓരോ പാഠഭാഗം പഠിക്കുമ്പോഴും വിദ്യാലയങ്ങളിലും വീടുകളിലും കടമകൾ നിർവഹിക്കുമ്പോഴും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയ ബുദ്ധിയും താലന്തുകളും വിശ്വസ്തയോടെ ഉപയോഗിക്കാനുള്ള സമർപ്പണം ഹൃദയത്തിൽ വളർത്തുക. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അപൂർണമായി ഇടാതെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പൂർണ്ണ മനസ്സോടും ഉത്സാഹത്തോടും കൂടെ സമയബന്ധിതമായി
പൂർത്തിയാക്കുവാൻ പരിശീലിക്കുക. കൂട്ടുകാരുടെയോ മറ്റുള്ള സുഹൃത്തുക്കളുടെയോ കുടുംബക്കാരുടെയോ മുന്നിൽ വലുതാകാൻ അല്ലാതെ ദൈവഹിതത്തിനും വചനത്തിനും വിരുദ്ധമായി എല്ലാ നിലപാടുകളോടും ധൈര്യത്തോടെ ഇല്ല എന്ന് പറയാനുള്ള ആത്മീയ ധൈര്യവും ആർജവും നേടുക. ഞാൻ ഇന്ന് ചെയ്ത അധ്വാനങ്ങളും പഠനങ്ങളും ദൈവത്തെ സന്തോഷിപ്പിക്കാനാണോ അതോ മനുഷ്യരിൽ നിന്നും പുകഴ്ച നേടാനാണോ? കർത്താവായ ക്രിസ്തുവിനെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നതെന്ന ബോധ്യം എൻ്റെ ഓരോ വാക്കിലും പെരുമാറ്റത്തിലും വിശ്വസ്തതയിലും പ്രതിഫലിക്കുന്നുണ്ടോ? തിരുവചനം ശ്രവിക്കാം നമുക്ക്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ശക്തരായിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ ഭവനത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടായിരിക്കും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ദൈവഭയം എന്നാൽ ഭയന്നോടലല്ല, മറിച്ച് പിതാവായ ദൈവത്തോടുള്ള പരമമായ സ്നേഹവും അവിടുത്തെ വിശുദ്ധി മുന്നിൽ നിർത്തിയുള്ള ആദരവുമാണ്. ദൈവത്തിൻ്റെ വചനവും കൽപ്പനകളും ഭാരമായി കാണാതെ അതിൽ ആനന്ദവും അതിരത്ത് സമാധാനവും കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. പറയുന്നത് പോലെ കർത്താവിൻ്റെ പ്രമാണങ്ങളിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മക്കൾ ലോകത്തിൻ്റെ വഴിതെറ്റിക്കുന്ന വഴിയിലൂടെ ഒരിക്കലും നടക്കുകയില്ല. സന്തതി ഭൂമിയിൽ ശക്തരായിരിക്കും എന്നത് കേവലം ശരീരബലത്തെയോ ഭൗതിക അധികാരത്തെയോ അഹങ്കാരത്തെയോ അല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് പ്രലോഭനങ്ങൾക്കും അധർമ്മങ്ങൾക്കും തെറ്റായ ലോകരീതികൾക്കും എതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളാനുള്ള വിശ്വാസത്തിൻ്റെ ആത്മീയ ശക്തിയെയാണ്. നേരും നന്മയുമുള്ള തലമുറയെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് അവരുടെ കരങ്ങളെ ബലപ്പെടുത്തുകയും അവരെ വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് നയിക്കുകയും ചെയ്യും. ബാഹ്യമായ നശിച്ചു പോകുന്ന ധനത്തേക്കാൾ ഉപരിയായി സ്വർഗീയ സമാധാനം, ആത്മീയ സന്തോഷം, സ്വർഗീയ ജ്ഞാനം, വിശുദ്ധി എന്നിവയാകുന്ന യഥാർത്ഥ ഐശ്വര്യവും അനുഗ്രഹവും അവരുടെ ഭവനത്തിൽ നിറയും. നേരോടെ ജീവിക്കുന്ന മക്കളുടെ ക്രിസ്തീയ ജീവിതമാകുന്ന നീതി അവരുടെ തലമുറകൾക്ക് വലിയ ദീപശിഖയായി എന്നും നിലനിൽക്കും. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അവിടുത്തെ അറിയുന്നവനാണ് വിവേകം. കർത്താവിനെ ഭയപ്പെടുന്ന ഭവനം ഉറപ്പുള്ള കോട്ടയാണ്. അവൻ്റെ മക്കൾക്ക് അത് സംരക്ഷണ കേന്ദ്രമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. നീ അനുഗ്രഹീതനും ഭാഗ്യവാനും ആയിരിക്കും. ദിവസവും ദൈവവചനത്തെ സ്നേഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. എല്ലാ ദിവസവും പരിശുദ്ധ സഭയുടെ വചനം വായിക്കുവാനും അത് ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുവാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും മക്കളെ പരിശീലിപ്പിക്കുക. സത്യത്തിൻ്റെയും നേരിൻ്റെയും വശത്ത് ധൈര്യത്തോടെ നിലയുറപ്പിക്കുക. ലാഭനഷ്ടങ്ങൾ നോക്കാതെ ലൗകിക ഭയമില്ലാതെയും എപ്പോഴും നീതിയുടെയും സത്യത്തിൻ്റെയും പാത വിട്ടുവീഴ്ചയില്ലാതെ തിരഞ്ഞെടുക്കുക. അക്ഷയമായ സ്വർഗീയ നിധി ശേഖരിക്കുക. നശിച്ചു പോകുന്ന സമ്പത്തിനൊപ്പം ഹൃദയ നൈർമല്യവും സ്നേഹവും കരുണയും നിറഞ്ഞ ദൈവിക അക്ഷയനിധികൾ ജീവിതത്തിൽ സമ്പാദിക്കുക. എൻ്റെ ചിന്തകളിലും പ്രവൃത്തികളിലും ദൈവകൽപ്പനകളോടുള്ള അനുസരണവും ആനന്ദവുമുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തിലെ ആത്മപരിശോധനാ ചോദ്യങ്ങളാണ് നാം ഇപ്പോൾ ശ്രവിക്കുന്നത്. ലോകത്തിൻ്റെ താൽക്കാലിക വിജയങ്ങളെക്കാൾ എൻ്റെ മക്കളിൽ ദൈവഭയവും ആത്മീയ ആഴവും വളർത്താൻ ഞാൻ മുൻഗണന നൽകുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമുണ്ടോ? നാം എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മുടെ മുൻപിൽ വേറെ നിർവാഹങ്ങളൊന്നുമില്ല. സ്വർഗീയ പിതാവായ ദൈവമേ, സങ്കീർത്തനക്കാരനിലൂടെ അവിടുന്ന് നൽകിയ വലിയ വാഗ്ദാനങ്ങൾ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അവിടുത്തെ ഭയപ്പെടുകയും തിരുഹിതത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ആത്മീയ ഭാഗ്യവാന്മാരായി വളരുവാനുള്ള അനുഗ്രഹം കൃപയും അവിടുന്ന് ചൊരിയണമേ. ഈ തലമുറയിലും വരാനിരിക്കുന്ന തലമുറകളിലും അവർ ദൈവിക ശക്തിയോടെ ജീവിക്കാൻ ഇടയാകട്ടെ. ലോകത്തിൻ്റെ സകല തിന്മകൾക്കും പ്രലോഭനങ്ങൾക്കും മുൻപിൽ പതറാതെ നേരുള്ളവരായി ജീവിക്കാൻ അവരെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേ. അവരുടെ ജീവിതത്തിലും ഞങ്ങളുടെ ഭവനത്തിലും അവിടുത്തെ സമാധാനവും സ്വർഗീയ സമ്പത്തും നീതിയും എന്നേക്കും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹത്തിൻ്റെ നിത്യ ഉറവിടവും കുടുംബങ്ങളുടെ ആത്മീയ കാവൽക്കാരനുമായ കർത്താവായ ഈശോയെ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ ഞങ്ങൾക്ക് നൽകിയ അമൂല്യ ദാനങ്ങളായ
പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. അവർ ഞങ്ങളുടെ സ്വകാര്യ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമല്ല, മറിച്ച് അവിടുന്ന് ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച വിശുദ്ധമായ ഉത്തരവാദിത്വവും ദൈവിക നിധിയുമാണ്. അവിടുത്തെ പിതൃസഹജമായ പരിപാലനയിലും അവിടുത്തെ കരുണയിലും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ഭാവിയെയും ഈ പ്രാർത്ഥനാ നിമിഷത്തിൽ തിരുമുൻപിൽ വെച്ച് അത്യന്തം ഗഹനമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അനേകം ലൗകിക പ്രലോഭനങ്ങളും മായാപ്രഭകളും നിറഞ്ഞ ഈ ലോകത്തിൽ അവിടുത്തെ പരിശുദ്ധമായ പ്രകാശത്തോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. സാമുവൽ പ്രവാചകനെ പോലെ അവിടുത്തെ മൃദുവായ വചനസ്വരം കുഞ്ഞുനാളിലെ തിരിച്ചറിയുവാനും ദാവീദിനെ പോലെ എല്ലാ ഭയങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിൽ പൂർണ്ണമായ പ്രത്യാശ വയ്ക്കുവാനും വിശുദ്ധ അലോഷ്യസ് ഗോൺസൽഗായെയും വിശുദ്ധ ഡൊമിനിക് സാവിയോയെയും വിശുദ്ധ മരിയ ഗുരവത്തെയും ഈ വിശുദ്ധരെ എല്ലാം പോലെ ഹൃദയ നൈർമല്യത്തോടെയും വിശുദ്ധിയോടെയും ദൈവത്തോടൊപ്പം നടക്കുവാനും അവരെ പ്രാപ്തരാക്കണമേ. അവരുടെ മനസ്സിലും ആത്മാവിലും സദാസമയവും ദൈവഭയവും പരിശുദ്ധിയും നിറയ്ക്കണമേ. അവിടുത്തെ തിരുവിഷ്ടത്തിന് വിശുദ്ധമായി യാതൊരു തിന്മയും അവരുടെ ചിന്തയിലെ വാക്കുകളിലോ പ്രവൃത്തികളിലോ കടന്നു വരാതിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയോടും അനുതാപത്തിൻ്റെ കൂദാശയോടും കുടുംബ പ്രാർത്ഥനയോടും ദൈവവചനത്തോടും അനുദിനം ആഴപ്പെടുന്ന ആത്മീയ സ്നേഹം അവർക്ക് പകർന്നു നൽകണമേ. ജ്ഞാനത്തിൻ്റെ സകല നിധികൾ അടങ്ങിയിരിക്കുന്ന കർത്താവായ യേശുവേ, ഞങ്ങളുടെ മക്കളുടെ മനസ്സിനെയും ബുദ്ധിയെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഉജ്ജ്വലിപ്പിക്കണമേ. പരീക്ഷകളെക്കുറിച്ചുള്ള ഭയം, അപകർഷതാബോധം, പരാജയഭീതി എന്നിവയിൽ നിന്ന് അവരെ വിടുവിക്കണമേ. തോൽവികളിൽ മനോവീര്യം കൈവിടാതെ അങ്ങയിൽ പ്രത്യാശ വെച്ച് ജയത്തോടെ മുന്നേറാൻ അവരെ ശക്തിപ്പെടുത്തണമേ. അവിടുന്ന് അവർക്ക് നൽകിയിട്ടുള്ള അത്ഭുതകരമായ താലന്തുകളും കഴിവുകളും വിശ്വസ്തയോടെ തിരിച്ചറിഞ്ഞ് ദൈവനാമ മഹത്വത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കുമായി അഹങ്കാരമില്ലാതെ ഉപയോഗിക്കാൻ തക്കതായ കൃപ നൽകണമേ. യേശുവേ, ഞങ്ങളുടെ ശക്തനായ രക്ഷക, വഴിതെറ്റിക്കുന്ന ദുഷ്ടക്കൂട്ടുകെട്ടുകളിൽ നിന്നും ധാർമ്മിക അധപതനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തു സൂക്ഷിക്കണമേ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയകളും ഡിജിറ്റൽ മാർക്കറ്റുകളും ഇൻ്റർനെറ്റുകളും അനാവശ്യമായ ഗെയിമുകളും ഇതിനോടുള്ള ആസക്തികളെയെല്ലാം ഫോണോഗ്രാഫി, വഞ്ചനകൾ, ലഹരിമരുന്ന്, മദ്യപാന, പുകവലി, പ്രലോഭനങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം അവരുടെ നേത്രങ്ങളെയും ഹൃദയത്തെയും മനസ്സിനെയും ദൈവമേ അവിടുത്തെ തിരുരക്തത്തിൻ്റെ കവചത്താൽ സംരക്ഷിക്കണമേ. തെറ്റും ശരിയും വിവേചിച്ചറിയാനുള്ള ആത്മീയ ജാഗ്രതയും ലോകത്തിൻ്റെ അനാവശ്യ പ്രവണതകൾ പിന്നാലെ പോകാതെ ഇല്ല എന്ന് പറയാനുള്ള ക്രിസ്തീയ ആത്മീയ ധൈര്യവും അവർക്ക് നൽകണമേ. യേശുവെ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ മനസ്സിലുണ്ടാകുന്ന സകല മാനസിക സമ്മർദ്ദങ്ങൾ, വിഷാദ ചിന്തകൾ, ഒറ്റപ്പെടലുകൾ, അമിതമായ ഉത്കണ്ഠകൾ എന്നിവയിൽ നിന്നും അവർക്ക് പൂർണ്ണ മോചനം നൽകണമേ. അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ എന്ന നിലയിൽ തങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരും വിലപ്പെട്ടവരുമാണെന്ന ഭയം തിരിച്ചറിവ് നൽകി ഉയർന്ന ആത്മാഭിമാനവും വിശുദ്ധ പ്രത്യാശയും അവർക്ക് സമ്മാനിക്കണമേ. ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും സമാധാനത്തോടെയും മാനസിക സ്ഥിരതയോടും ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങളെ സമീപിക്കാൻ അവരെ പ്രാപ്തരാക്കണമേ. ദിവ്യജ്ഞാനത്തിൻ്റെ വെളിച്ചമേ, ചെറുപ്പകാലം മുതലേ നല്ലതും തിന്മയും വേർതിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ വചനവിവേകം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ദിവ്യവചനായ കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ശരീരത്തെയും ആരോഗ്യത്തെയും സകല രോഗപീഠകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവിടുന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ വഴിനടപ്പിലും യാത്രകളിലും വിദ്യാലയങ്ങളിലും ജോലി സ്ഥലങ്ങളിലും അവിടുത്തെ പരിശുദ്ധ ദൂതന്മാരെ കാവലായി അയക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ അവരുടെ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണ ആരോഗ്യത്തോടും ചൈതന്യത്തോടും കൂടെ അങ്ങയെയും സഹജീവികളെയും സേവിക്കാൻ യോഗ്യമാക്കണമേ. മാതാപിതാക്കളായ ഞങ്ങൾക്ക് മക്കളെ കോപത്തോടെ കാഠിന്യത്തോടെയുമല്ല, മറിച്ച് ക്രിസ്തീയ സ്നേഹത്തോടും ദൈവഭയത്തോടും ദൈവിക മാതൃകയോടും കൂടെ വഴി നടത്താനുള്ള സ്വർഗീയ വിവേകവും ക്ഷമയും അനുഗ്രഹവും നൽകണമേ. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും അപ്പനമ്മമാരുടെ അധ്വാനത്തെയും ത്യാഗത്തെയും വിലമതിക്കുവാനും സഹോദരങ്ങൾ തമ്മിൽ ആഴമായ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും ഞങ്ങളുടെ സേവനത്തെ, ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. എളിയവരോടും പാവപ്പെട്ടവരോടും കരുണയും അനുകമ്പയും കാണിക്കുവാനും നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുവാനും അവർക്ക് മനസ്സ് നൽകണമേ. കത്തോലിക്ക സഭയുടെ വിശുദ്ധ പഠനങ്ങളിൽ വിശ്വസ്തയോടെ നിലകൊണ്ട് ലോകത്തിനു മുൻപിൽ
ദൈവസ്നേഹത്തിന് ജീവിക്കുന്ന സാക്ഷികളായി മാറാൻ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, അവിടുന്ന് കാൽവരി കുരിശിൽ ചൊരിഞ്ഞ അതിവിശുദ്ധമായ തിരുരക്തത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ ഞങ്ങളുടെ മക്കളെ അനുനിമിഷം മറയ്ക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉണ്ണീശോയെ വളർത്തിയ മാതൃസ്നേഹത്തോടെ ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് കാത്തുകൊള്ളണമേ. വിശുദ്ധനായ യേശുപിതാവേ, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായിരിക്കുന്നത് പോലെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും കാവലായിരിക്കണമേ. പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റാഫായേലേ, കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ മക്കളുടെ ഇരുവശങ്ങളിലും അഹോരാത്രം കാവലായിരുന്നു അവരെ അന്ധകാര ശക്തികളിൽ നിന്ന് സംരക്ഷിച്ച് നേർവഴിക്ക് നയിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ ഈ ഭൗതിക ലോകത്തിൽ ദൈവിക പ്രകാശമായും ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കൽപ്പനയാൽ എന്നെ സംരക്ഷിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ കാവൽ മാലാഖയെ എന്നെ പ്രകാശിപ്പിക്കുവാനും പരിപാലിക്കുവാനും ഭരണസഹായം ചെയ്യുവാനും അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.